അങ്ങനെ സ്മോക്കിങ് നിർത്തി. സ്മോക്കിങ് നിർത്തിയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ ചായ കുടി നിർത്തുന്നത് നല്ലതാണ്. ചായയും കാപ്പിയും കുടിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരെ വീട്ടിൽ നിന്ന് കാലത്ത് ചായ കുടിച്ചതിന് ശേഷം ആഫീസ് ചെല്ലുമ്പോൾ സ്നേഹിതന്മാർ വരുമ്പോൾ ഓരോരുത്തർക്കും അവർക്ക് വേണ്ടി ചായ കൊണ്ടുവരും. അപ്പോൾ നേതാവിന് ഒരു ചായ കൊണ്ടുവരും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 10-30 ചായ നിങ്ങളുടെ അകത്താക്കും. 30 ചായയുടെ പഞ്ചസാര, കുറഞ്ഞത് 30 സ്പൂൺ പഞ്ചസാര നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. അത് ഒരാഴ്ച, മാസം, കൊല്ലം, 12 കൊല്ലമാകുമ്പോഴേക്ക് നിങ്ങൾ ഡയബറ്റിക് രോഗിയാകും. നിങ്ങളുടെ കൂട്ടുകാരൻ മിക്കവാറും ആളുകൾ ഡയബറ്റിക് രോഗികളാണ്. അപ്പോൾ അതുകൊണ്ട് ഡയബറ്റിക് രോഗികളായിട്ട് മറ്റു കൂട്ടുകാരെ പോലെ അവസാനം ആകണമോ അതോ അതിൽ നിന്നൊഴിയണമോ നിങ്ങൾക്ക് ചിന്തിക്കാം.